സർക്കാർ ജീവനക്കാർ സർവീസിൽ നിന്നും വിരമിക്കുമ്പോൾ ലഭിക്കുന്ന പെൻഷനറി ബെനഫിറ്റ്സ് പ്രിസം സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ഓൺലൈനിൽ ചെയ്യേണ്ടത്. സർവീസിൽ നിന്നും വിരമിക്കുന്ന തീയതി, ഡേറ്റ് ഓഫ് സൂപ്പറാനുവേഷന് മുമ്പ്, 1 വർഷത്തിനുള്ളിൽ, ഇല്ല എങ്കിൽ 3 മാസത്തിന് മുമ്പെങ്കിലും ആപ്ലിക്കേഷൻ പ്രിസത്തിലൂടെ നൽകിയിരിക്കണം. പ്രിസം സോഫ്റ്റ്വെയറിൽ ആപ്ലിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചുവടെ പറയുന്ന ഡീറ്റെയിൽസ് നിങ്ങളുടെ കൈവശം കളക്ട് ചെയ്തിരിക്കണം. 1. വിരമിക്കുന്ന ജീവനക്കാരൻ്റെ ഫോട്ടോ, ഭാര്യയും ഭർത്താവും ചേർന്നുള്ള ജോയിൻറ്റ് ഫോട്ടോ, കറുത്ത മഷിയിൽ താഴെയായി ജീവനക്കാരൻ്റെ 3 ഒപ്പുകളിട്ട് എന്നിവ ഫോട്ടോ എടുത്ത് ഫോൾഡറിൽ കരുതണം. ജീവനക്കാരൻ്റെ സർവീസ് ഡീറ്റെയിൽസിൻ്റെ അടിസ്ഥാനത്തിൽ പെൻഷനറി ബെനിഫിറ്റ്സ് എന്തായിരിക്കുമെന്ന് പ്രിസം ചെയ്യുന്നതിന് മുമ്പ് മാനുവലായിട്ട് കണ്ടുപിടിക്കുന്നത് നന്നായിരിക്കും. ജീവനക്കാരൻ്റെയും പെൻഷനറി ബെനിഫിറ്റ്സിൽ ഉൾപ്പെടുത്തുന്ന കുടുംബാംഗങ്ങളുടെയും ജനനത്തീയതി, ആധാർ നമ്പർ, കുടുംബത്തിൻ്റെ റേഷൻ കാർഡ് നമ്പർ, ജീവനക്കാരൻ്റെ മാത്രം പാൻ നമ്പർ, പെൻ നമ്പർ എന്നിവ പ്രിസം ചെയ്യുമ്പോൾ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടതാണ്. അയോഗ്യ സേവന കാലഘട്ടം, നോൺ ക്വാളിഫയിങ് സർവീസ് ഉണ്ടെങ്കിൽ അത്, ആഡഡ് സർവീസ്, യോഗ്യ സേവനകാലം, കൂട്ടിച്ചേർക്കേണ്ട സർവീസ് ഇവയുണ്ടെങ്കിൽ അവയുടെ ഡീറ്റെയിൽസ്, ഇതെല്ലാം നിങ്ങളുടെ കൈവശം കരുതിയിരിക്കണം. പെൻഷൻ കമ്മ്യൂട്ടേഷൻ പെർസെൻറ്റേജ് 40%, അതോടൊപ്പം തന്നെ കമ്മ്യൂട്ടേഷൻ ഫാക്ടർ ഓർ ടേബിൾ വാല്യൂ 11.10 നോർമൽ റിട്ടയർമെൻറ്റ് ഏജ് 56 ആണെങ്കിൽ 57ൻ്റെ ടേബിൾ, അനെക്സർ 3ലെ 57ൻ്റെ ടേബിളായ 11.10 പ്രിസത്തിലെ ആപ്ലിക്കേഷനിൽ നിങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. ഏത് ട്രഷറിയിൽ നിന്നാണ് ഭാവിയിൽ പെൻഷൻ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ ട്രഷറിയുടെ പേര്, സ്ഥലം എന്നിവ ചേർക്കേണ്ടി വരും. ജീവനക്കാരൻ്റെയും കുടുംബാംഗങ്ങളുടെയും വിവരങ്ങൾ 100% കറക്റ്റ് ആയിരിക്കണം, സ്പെല്ലിംഗ് ഉൾപ്പെടെ. ഇതിനായി ബന്ധപ്പെട്ട രേഖ പ്രിസം ചെയ്യാൻ നേരത്തെ കയ്യിൽ കരുതണം. അക്ഷരത്തെറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ലെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. വ്യക്തിപരമായിട്ടാണ് പ്രിസത്തിലൂടെ അപേക്ഷ നൽകേണ്ടത്. സ്പാർക്കിൽ നിന്നും കുറേയേറെ വിവരങ്ങൾ, സർവീസ് സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ ഓട്ടോഫില്ലാകും. എന്നാൽ അത് ശരിയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെ സ്പാർക്കിൽ നിന്ന് വരുന്ന വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പ് വരുത്തുക. തെറ്റുണ്ടായി എങ്കിൽ സ്പാർക്കിൽ അതിൻ്റെ അപ്ഡേഷൻ നടത്തിയതിന് ശേഷം വേണം പ്രിസത്തിൽ ഇതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കാൻ. പ്രിസം പെൻഷനർ ഇൻഫർമേഷൻ സിസ്റ്റം പെൻഷൻ ചെയ്യുന്നതിന് prism.kerala.gov.in എന്ന സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ലോഗിൻ എന്നുള്ളൊരു പേജ് നിങ്ങൾക്ക് കാണാം. അവിടെ യൂസർ നെയിം, പാസ്വേഡ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അവിടെ യൂസർ നെയിം, പാസ്വേഡ് കൊടുത്ത് ക്യാപ്ച കൊടുത്തു കഴിഞ്ഞാൽ പേജ് ഓപ്പണായിട്ട് ലഭിക്കുന്നതാണ്. ഇനിയും ആദ്യമായിട്ടാണ് ഈ സൈറ്റിൽ പ്രവേശിക്കുന്നതെങ്കിൽ, ആദ്യമായിട്ടാണ് നടപടികൾ തുടങ്ങുന്നതെങ്കിൽ ലോഗിൻ പേജിൽ തന്നെ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങളുടെ കറക്റ്റ് പെൻ നമ്പരും ജനനത്തീയതിയും നൽകി ചെക്ക് ചെയ്യണം. ജനനത്തീയതി നൽകുമ്പോൾ വലതുവശത്ത് കാണിച്ചിരിക്കുന്ന ഫോർമാറ്റിൽ തന്നെ രേഖപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇല്ല എങ്കിൽ ചെക്കിംഗ് എന്നുള്ള നടപടി നിങ്ങൾക്ക് ലഭിക്കില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ജനനത്തീയതി ആ സ്ക്രീനിൽ കാണുന്ന ഫോർമാറ്റിൽ തന്നെ രേഖപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കറക്റ്റ് പെൻ നമ്പർ, അതിനുശേഷം നിങ്ങളോട് ചോദിക്കും കറക്റ്റ് പെൻ നമ്പർ കണ്ടിന്യൂ ആണെങ്കിൽ ഓക്കെ എന്ന് കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുന്നതാണ്. അങ്ങനെ നിങ്ങൾ ഓക്കെ എന്നും പറഞ്ഞ് കൊടുത്തു കഴിയുമ്പോൾ സ്പാർക്ക് ഇൻഫർമേഷൻ ഡീറ്റെയിൽസ് സ്ക്രീനിൽ വരും. നെയിം ആൻഡ് ഡീറ്റെയിൽസ് എന്നെല്ലാം കാണിച്ചുകൊണ്ട് മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, ഇത് ചേഞ്ച് ചെയ്യണോ ചേഞ്ച് ചെയ്യണ്ടയോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നതാണ്.
സ്പാർക്കിലെ ഡീറ്റെയിൽസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡിയും കറക്റ്റ് ആണെങ്കിൽ ചേഞ്ച് വേണ്ട എന്നും ഇനിയും കറക്റ്റ് അല്ല എങ്കിൽ ചേഞ്ച് വേണമെന്നുള്ള മെസ്സേജും നിങ്ങൾ നൽകേണ്ടതാണ്. അങ്ങനെ മൊബൈൽ നമ്പർ കറക്റ്റ് കൊടുത്ത് ഇമെയിൽ ഐ ഡിയും കറക്റ്റ് കൊടുത്തതിന് ശേഷം അപ്ഡേറ്റ് ചെയ്യുക. ഈ സമയം നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു OTP നമ്പർ വരും. ജനറേറ്റ് OTP എന്ന് നിങ്ങൾക്ക് സ്ക്രീനെ കാണാൻ സാധിക്കും. OTP നിങ്ങളുടെ മൊബൈലിൽ വന്ന OTP നമ്പർ എൻ്റർ ചെയ്ത് വാലിഡേറ്റ് ചെയ്യുക. നിങ്ങളുടെ മുമ്പിൽ രജിസ്ട്രേഷൻ പേജ് എന്നുള്ള പേജ് ലഭ്യമാകും. ആ രജിസ്ട്രേഷൻ പേജിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് നമ്മുടെ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ആ സ്ക്രീനിൽ കാണുന്നതിൻ്റെ ഏറ്റവും അവസാനമായിട്ട് താഴെ അപ്ഡേറ്റ് അതോറിറ്റി എന്ന് പറഞ്ഞ് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്, വ്യക്തികളാണ് ചെയ്യുന്നതെങ്കിൽ, വ്യക്തികളുടെ പേരിലാണ് ഈ പ്രശ്നത്തിൽ ആപ്ലിക്കേഷൻ അയക്കുന്നതെങ്കിൽ ആദ്യത്തെ ഓപ്ഷനായ റിട്ടയറിംഗ് എംപ്ലോയി തന്നെ സെലക്ട് ചെയ്യുക. സർവീസിൽ നിന്നും വിരമിക്കുന്ന ജീവനക്കാരനാണ് ഇത് ചെയ്യുന്നതെങ്കിലാണ് റിട്ടയറിംഗ് എംപ്ലോയി സെലക്ട് ചെയ്യേണ്ടത്. രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റർ നടപടി പൂർത്തിയായി. നിങ്ങളുടെ നോഡൽ ഓഫീസർ നിങ്ങളുടെ മൊബൈലിലേക്ക് പാസ്വേഡ് പിന്നീട് അയച്ചു തരുന്നതാണ്. പ്രിസം സൈറ്റിൽ ലോഗിൻ ഓപ്ഷനിൽ പെൻഷൻ നമ്പർ നോഡൽ ഓഫീസർ അയച്ചു തന്ന പാസ്വേഡ് ഉപയോഗിച്ച് ആപ്ലിക്കേഷൻ നടപടികൾ ആരംഭിക്കുക. ജീവനക്കാരൻ്റെ ഫോട്ടോ സ്പാർക്കിൽ നൽകിയത് ഉൾപ്പെടുന്ന ഒരു പേജ് നിങ്ങൾക്ക് കാണാം. ഫോട്ടോയുടെ തൊട്ട് താഴെയുള്ള പെൻഷൻ ഫയലിൽ എന്ന് റെഡിൽ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ആദ്യ നടപടിയാണെങ്കിലാണ് പെൻഷൻ ഫയലിങ്ങിൽ തിരഞ്ഞെടുക്കേണ്ടത്. നേരത്തെ ഡേറ്റാസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രോസസ്സിംഗ് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യ നടപടിയായതുകൊണ്ട് ഫോട്ടോയുടെ തൊട്ട് താഴെയുള്ള റെഡിങ്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പെൻഷൻ ഫയലിംഗ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കാണാം ആപ്ലിക്കേഷൻ ഫോർ പെൻഷൻ കമ്മ്യൂട്ടേഷൻ ആൻഡ് DCRG എന്ന പേജ് കാണാം. മുകളിൽ ബാർ കോഡിൽ നീല കളറിൽ 10 പേജസ് കാണാം. ആ 10 പേജ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതാണ്. ഒന്നാം പേജ് പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ രണ്ടാം പേജിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ. 1 by 1 ഇടയ്ക്കുള്ള പേജ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഒരു പേജ്, ഒന്നാം പേജ് നമ്മൾ ചെയ്ത് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം രണ്ടാം പേജിലേക്ക് പോകും. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് എൻഡ് പേജ് 10ാം പേജിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ 10 പേജും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് പേജ് വേണേലും സെലക്ട് ചെയ്ത് ഡീറ്റെയിൽസ് പരിശോധിക്കാവുന്നതാണ്. ഒരു പേജ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ, കംപ്ലീറ്റ് ചെയ്താൽ പ്രൊസീഡ് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് പേജിലേക്ക് പ്രവേശിക്കും. 9 പേജും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ എൻഡ് പേജ് കാണാം. പ്രിസം സോഫ്റ്റ്വെയർ ഡാറ്റാസിൽ ഒരിക്കൽ എൻട്രി ചെയ്ത് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ സബ്മിഷന് മുമ്പ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതിനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. ഓരോ പേജുകളിലേക്ക് നമുക്കിനിയും പ്രവേശിക്കാം. ഓപ്പൺ ചെയ്യുന്ന പേജ് എപ്പോഴും റെഡിൽ കാണാനായിട്ട് സാധിക്കും. ഒന്നാം പേജിൽ സർവീസ് ഡീറ്റെയിൽസ് ആണ് രേഖപ്പെടുത്തേണ്ടത്. സ്പാർക്കിൽ നിന്നുള്ള ഓൾറെഡി ഡീറ്റെയിൽസ് ഓട്ടോ ഫില്ലായി രേഖപ്പെടുത്തിയിരിക്കും. അത് ശരിയാണോ എന്ന് നമ്മൾ പരിശോധിക്കുക. ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് കോളം ഫില്ല് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ പാൻ നമ്പർ, ആധാർ നമ്പരെല്ലാം ചേർത്ത് താഴെ റിസീവിങ് എനി അതർ പെൻഷൻ എന്നതിൽ നോ ആണെങ്കിൽ നോ ക്ലിക്ക് ചെയ്യുക. എനി ജുഡീഷ്യൽ പ്രൊസീഡിങ്സിൻ്റെ അവിടെ നോ ആണെങ്കിൽ നോ സെലക്ട് ചെയ്ത് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിലേക്ക് പോകും. രണ്ടാമത്തെ പേജ് അവകാശികളെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് രേഖപ്പെടുത്തുന്നത്. നെയിം, റിലേഷൻഷിപ്പ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഹൗസ് നമ്പർ, ഹൗസ് നെയിം, സ്ട്രീറ്റ്, ലൊക്കാലിറ്റി, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, അതുപോലെ തന്നെ പിന്നെ ഇമെയിൽ അഡ്രസ്, മൊബൈൽ നമ്പർ, ആധാർ നമ്പർ, ഫാമിലി പെൻഷനർ ഇൻഫർമേഷൻ, നോമിനേഷൻ ഫോർ ലൈഫ് ടൈം അരിയേഴ്സ്, നോമിനേഷൻ ഫോർ DCRG, നോമിനേഷൻ ഫോർ കമ്മ്യൂട്ടേഷൻ എന്നീ പേജുകളാണ് രണ്ടാമത്തെ പേജിൽ നമ്മൾ ഫില്ല് ചെയ്ത് പ്രൊസീഡ് ചെയ്യേണ്ടത്. അങ്ങനെ രണ്ടാമത്തെ പേജ് പ്രൊസീഡ് ചെയ്താൽ മൂന്നാമത്തെ പേജിലേക്ക് പ്രവേശിക്കും. മൂന്നാമത്തെ പേജിൽ ജീവനക്കാരൻ്റെ ഫോട്ടോ, ഒപ്പ്, ജോയിൻ ഫോട്ടോ എന്നിവ 30 KB കുറവ് സൈസ് ഇമേജായി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇവിടെ റേഷൻ കാർഡ് നമ്പർ നൽകണം.
കൂടാതെ പെൻഷൻ വാങ്ങേണ്ട ട്രഷറിയുടെ പേര്, അതുപോലെ തന്നെ കമ്മ്യൂട്ടേഷൻ സംബന്ധിച്ചുള്ള വിവരങ്ങളും എല്ലാം ഇവിടെ അപ്ഡേഷൻ നടത്തേണ്ടതാണ്. അതിനുശേഷം പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. 4-ാമത്തെ പേജിലേക്ക് പ്രവേശിക്കും. കുടുംബാംഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് 4-ാം പേജിൽ രേഖപ്പെടുത്തുന്നത്. ഓരോ പേജിലെയും ഫുട് നോട്ട് വായിച്ചിട്ട് വേണം ഫില്ല് ചെയ്യാനായിട്ട്. അതിനുശേഷം 4-ാം പേജ് പ്രൊസീഡ് ചെയ്യുക. 5-ാമത്തെ പേജിലേക്ക് പ്രവേശിക്കും. സർക്കാരിൽ നിന്നും വാങ്ങിയിട്ടുള്ള ലോൺ, അഡ്വാൻസ് ഇവ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് 5-ാം പേജിൽ രേഖപ്പെടുത്തുന്നത്. ഇവിടെ ലോണോ മറ്റ് ഡീറ്റെയിൽസോ ഉണ്ടെങ്കിൽ അത് ശരിയായ വണ്ണം രേഖപ്പെടുത്തി പ്രൊസീഡ് ചെയ്യുക. 6-ാമത്തെ പേജിലേക്ക് പ്രവേശിക്കാം. പെൻഷൻ കണക്കിന് എടുക്കേണ്ട നോൺ ക്വാളിഫയിങ് സർവീസിനെ കുറിച്ചും അഡീഷണൽ സർവീസിനെ കുറിച്ചുമാണ് 6-ാം പേജിൽ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. അത് ഉൾപ്പെടുത്തണമെങ്കിൽ ഉൾപ്പെടുത്തണം, ഉൾപ്പെടുത്തണ്ടെങ്കിൽ ഇല്ല. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും 6-ാം പേജ് പ്രൊസീഡ് ചെയ്താൽ 7-ാം പേജിലേക്ക് പ്രവേശിക്കും. ജനറൽ ഇൻഫർമേഷനാണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടത്. സർവീസിൽ പ്രവേശിച്ച തീയതി, വിരമിക്കുന്ന തീയതി, ഡേറ്റ് ഓഫ് സൂപ്പറാനുവേഷൻ എന്നിവ ഇവിടെ ചേർക്കുക. അതോടൊപ്പം തന്നെ പെൻഷൻ, ഫാമിലി പെൻഷൻ റൂള്, KSR ആണെങ്കിൽ KSR എന്ന് രേഖപ്പെടുത്തുക. നേച്ചർ ഓഫ് പെൻഷൻ, ഓർഡിനറി ഓർ സർവീസ് പെൻഷൻ എന്ന് രേഖപ്പെടുത്തുക. ക്ലാസ് ഓഫ് പെൻഷൻ, സൂപ്പറാനുവേഷൻ പെൻഷൻ, ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ്സ് ഓഫ് പെൻഷൻ, പേ റിവിഷൻ സ്റ്റാറ്റസ് ഇപ്പോൾ നിലവിൽ 11th കേരള 2019. അതോടൊപ്പം തന്നെ സ്കെയിൽ ഓഫ് പേ, കാറ്റഗറി, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടൈപ്പ് എന്നിവ നൽകി പ്രൊസീഡ് ചെയ്യുക. ഇൻഡെക്സ് നൽകേണ്ടതില്ല. തുടർന്ന് പ്രൊസീഡ് ചെയ്ത് കഴിയുമ്പോൾ 8-ാമത്തെ പേജിലേക്കാണ് പ്രവേശിക്കുന്നത്. 8-ാമത്തെ പേജിൽ ആവറേജ് എമോളുമെൻറ്റ്സ്, ശരാശരി വേതനം കണ്ടുപിടിക്കുന്നതാണ്. ശരാശരി വേതനം എന്ന് വെച്ചാൽ സൂപ്പറാനുവേഷൻ മാസം വെച്ച് പുറകോട്ട് 10 മാസമായിട്ട് ജീവനക്കാരൻ വാങ്ങിക്കുന്ന ബേസിക് പേ എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി 10 കൊണ്ട് ഹരിച്ച് കിട്ടുന്നതാണ് ആവറേജ് എമോളുമെൻറ്റ്സ് അല്ലെങ്കിൽ ശരാശരി വേതനം. ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പീരീഡ് ഫ്രം ആൻഡ് ടു കൊടുത്ത്, ഡേയ്സ് ഉണ്ടെങ്കിൽ ഡേയ്സും കൊടുത്ത് ചുവടെ ലിസ്റ്റ് ചെയ്യപ്പെടും. തെറ്റുകൾ വന്നാൽ എഡിറ്റ് ചെയ്യാം, ഒരു വിഷമവും ഇല്ല. ഏറ്റവും മുകളിൽ ടോട്ടൽ എമോളുമെൻറ്റ്സും ആവറേജ് എമോളുമെൻറ്റ്സും ഓട്ടോ കാൽക്കുലേറ്റായി വരും. അതിനുശേഷം ശരിയാണെങ്കിൽ മാത്രം പ്രൊസീഡ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതുമാണ്. 9-ാമത്തെ പേജിലേക്ക് പ്രവേശിച്ചു. ഇതാണ് പ്രധാനപ്പെട്ട പേജ്. ക്വാളിഫയിങ് സർവീസ് വെരിഫൈ ആൻഡ് അപ്ഡേറ്റ് ശരിയാണോ എന്ന് പരിശോധിക്കുക. ലാസ്റ്റ് ബേസിക് പേ പ്ലസ് DAയുടെ റേറ്റ് അവിടെ കൊടുത്തിരിക്കും. ബേസിക് പേ അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ്, കമ്മ്യൂട്ടേഷൻ ഫാക്ടർ 56 വയസ്സിൽ വിരമിക്കുന്നവർക്ക് 57ൻ്റെ ടേബിൾ വാല്യൂ 11.10 രേഖപ്പെടുത്തുക. എന്തെങ്കിലും ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ അതും അതിൻ്റെ റീസണും കാണിക്കുക. ഔട്ട്സ്റ്റാൻഡിങ് ലൈബിലിറ്റീസ് എന്നതിൽ ഓപ്ഷൻ നോക്കി ടിക്ക് ചെയ്യുക. ലഭിക്കാവുന്ന DCRG, ഫാമിലി പെൻഷൻ എന്നിവ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഓട്ടോ കാൽക്കുലേറ്റ് ചെയ്യപ്പെടും. പേജ് വളരെ കൃത്യതയോടെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ പ്രൊസീഡ് ചെയ്യാവുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. പ്രൊസീഡ് ചെയ്തതിന് ശേഷം എൻഡ് കോളത്തിലേക്ക്, എൻഡ് പേജിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് നമ്മൾ സേവ് ചെയ്തതിന് ശേഷം ലോഗൗട്ട് ആയാൽ പിന്നീട് നിങ്ങൾ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങളുടെ പേജിൽ കയറുക. പ്രോസസ്സിംഗ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് തുടർന്ന് നിങ്ങൾക്ക് ഏത് പേജ് തൊട്ടാണോ ആ പേജ് തൊട്ട് നിങ്ങൾക്ക് മുൻപോട്ട് പോകാവുന്നതാണ്. തുറന്നു വരുന്ന പേജിൽ മെസ്സേജ് ബോക്സ് പ്രത്യക്ഷമാകും. ഇതിന് അവസാനം വ്യൂ ഡ്രാഫ്റ്റ് ഈ പെൻഷൻ ബുക്ക് ഫസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. പ്രോസസ്സിങ്ങിൽ ഫൈനൽ ചെയ്യാത്ത പെൻഷൻ അപേക്ഷ കാണാം. പ്രിൻ്റ് എടുത്ത് വിവരങ്ങൾ കൃത്യമാണോ എന്ന് പലവട്ടം പരിശോധിക്കുക. കൃത്യമാണെങ്കിൽ യെസ് എന്ന് ടിക്ക് ചെയ്യുക. തുടർന്ന് ഡിക്ലറേഷൻ സെലക്ട് ചെയ്ത് ഡെസിഗ്നേഷൻ അനുസരിച്ചുള്ള ഉദ്യോഗസ്ഥനെ തിരഞ്ഞെടുത്ത് സൈൻ ചെയ്ത് നമുക്ക് പ്രസത്തിലൂടെ നമ്മളുടെ പെൻഷൻ ഫയലിംഗ് പൂർത്തിയാക്കാവുന്നതാണ്. താങ്ക് യു.